എത്ര പവന നിങ്ങൾ കൊണ്ട് വിറ്റ് തൊലച്ചത്. ഞാനും എന്റെ വീട്ടുകാരും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതിങ്ങനെ നിങ്ങളുടെ കടമന്റെ പേരിൽ വിറ്റ് തൊലിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ദണ്ണുണ്ട്. എന്റെ കുഞ്ഞു പപ്പ എപ്പോഴും പറയാറുണ്ട് വണ്ടി കയറി കളിക്കല്ലേ വീഴുട്ടോ, അങ്ങനെ ചെയ്യരുത്. അതെ സ്കൂളിലാ പറഞ്ഞിട്ട് കുരുത്തക്കെടന്ന് കാണിക്കരുത് കേട്ടോ. അമ്മ ജോലിക്ക് പോയിരിക്കുകയാണ്, അച്ഛൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ ഒന്നോ കേട്ടോ. പോയിട്ടാ വണ്ടി സ്റ്റാർട്ടാവാ. കൊറേ ആയി വിചാരിക്കുന്നു കുഞ്ഞൂസേ പുതിയൊരു വണ്ടി മേടിക്കാൻ. ഇപ്പൊ നടക്കുന്നില്ലടാ. പാട്ട വണ്ടിയായി അപ്പൻ്റെ പാട്ട വണ്ടിയാ സാരല്ലടാ, ഇതൊക്കെ മതി. എന്റെ ദൈവമേ, പെട്രോൾ ഉണ്ടോ ഇപ്പൊ കൊണ്ട് ചവിട്ട് കൊടുക്കണ്ടേ, എന്നാലേ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അമ്മേ ഓ എടാ മോനെ പോലെ നിക്ക്. നിന്റെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാളവികയില്ലേ, വലിയ കുട്ടിയാ. എത്ര മാളുവോ? അല്ലമ്മ അവള് 5ാം ക്ലാസ്സല്ലേ പഠിക്കുന്നത്, ഇപ്പൊ തന്നെ വലിയ കുട്ടിയായോ? പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോടാ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഭക്ഷണ രീതിയൊക്കെ വേറെയല്ലേ. അപ്പൊ അതിന്റെ പരിപാടിയെ ഈ വരുന്ന ഞായറാഴ്ച വെക്കണമെന്നാ അവള് വിളിച്ചപ്പോ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്ത് കൊടുക്കാനമ്മേ? പോകുന്ന സമയത്ത് കുറച്ച് പലഹാരം മേടിച്ചു കൊണ്ടുപോവാ, അല്ലാണ്ട് വേറൊന്നും ആവില്ലമ്മേ. എന്താടാ നീ അങ്ങനെ പറഞ്ഞത്? നീയേ അവളുടെ മാമനാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യേണ്ടത് നിന്റെ കടമയാ. എന്ത് കടമയമ്മേ? ഈ കടമ എന്ന് കുറെ ആയല്ലോ പറയുന്നത്. എന്റെ കടമയൊക്കെ ഞാൻ ചെയ്ത് തീർത്ത. അതൊരു ചെറിയൊരു വീടാണല്ലേ നമുക്ക് താമസിക്കാൻ പറ്റുന്നത്. അമ്മയല്ലേ പറഞ്ഞത് അത് പോരാ, മുകളിലേക്കും കൂടി വേണം. 2 പെങ്ങളാണ്, അവർക്ക് റൂം വേണം, സാധനം വേണം പറഞ്ഞിട്ട് എത്ര പൈസ ഇറക്കിപ്പിച്ചമ്മേ. ഇപ്പൊ ആരെങ്കിലും ആ മുകളിലേക്ക് കയറുന്നുണ്ടോ? അതിന്റെ കടമൊന്നും തീർന്നിട്ടില്ലമ്മേ. മാസം 8000 രൂപ ബാങ്കിൽ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മതി, വേറെ ഒന്നും എന്നെ കൊണ്ടായില്ലമ്മേ. മോനെ നീ അതൊന്നും പറയാൻ നിക്കല്ലേ. കുടുംബക്കാരും നാട്ടുകാരും മറ്റേ കുറെ ആൾക്കാരിനെ അവൾ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ മുന്നിൽ നാണം കെടുത്താനാ. കുറഞ്ഞത് 1 പവനെങ്കിലും നീ മാളുവിന് വാങ്ങിച്ചു കൊടുക്കണം. 1 പവനോ? 1 പവൻ സ്വർണ്ണം 1,10,000 ഉണ്ട്. GST പണിക്കൂലി അടക്കം പറഞ്ഞിട്ട് എത്രയാവും പറഞ്ഞിട്ടാ? അല്ല എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കണേ, അമ്മ എന്തറിഞ്ഞിട്ട് അതൊക്കെ പറയുന്നത്? സ്വർണത്തിന് വില കൂടി വന്നിട്ട് നിന്റെ കടമകളൊന്നും ചെയ്യാതിരിക്കുക. എടാ ഭാഗ്യയിലല്ല, നിന്റെ സ്വന്തം പെങ്ങളുടെ മോളാണ്. അതായത് നിന്റെ മോൾ തന്നെ. നിനക്ക് ഒന്ന് കൊടുക്കാൻ പറ്റില്ലെങ്കിലേ ഒരു 3/4 കൊടുക്കണം. അമ്മ വെറുതെ ഓരോന്ന് വിളിച്ചു പറയല്ലേ. എത്ര സിമ്പിൾ ആയിട്ടാ പറഞ്ഞത്, 3/4 പവനെങ്കിലും കൊടുത്താൽ മതിന്ന്. അമ്മ 1 ഗ്രാം സ്വർണത്തിന്റെ പൈസ പോലെ എൻ്റെ എടുക്കാനല്ലമ്മേ. അതിൻ്റെ ഇടയ്ക്ക് 3/4 പവനത്ര. ഒന്ന് മിണ്ടാതിരിക്കമ്മേ, എനിക്ക് കഴിയില്ല. അനീഷേ 5-6 കൂടെപ്പറപ്പെന്ന് പറയാനേ ആ കൂടി 2 പെങ്ങന്മാരെ നിനക്കുള്ളൂ. അച്ഛനമ്മയും ഉള്ളപ്പോ തന്നെ അവർക്ക് കൊടുക്കുക വരുമ്പോഴേക്കും നീ ഇത്ര കണക്ക് പറയാൻ നിന്നാ ഞങ്ങളുടെ കാലശേഷം എന്തായിരിക്കും അവന്റെ അവസ്ഥ? നീ എങ്ങനെയെങ്കിലും ഒരു 1/2 പവനെങ്കിലും കൊടുക്ക്. 1/2 പവൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര പൈസ വേണമെന്നാ? ഒരാളായി ജനിച്ചു പറഞ്ഞിട്ട് കട പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ എവിടെ നിന്നുണ്ടാകുന്നത്? എത്ര അതിനകത്തിന് മുകളിൽ വേണ്ടേ? ആ എടാ ഗിരീഷേ, ഞാൻ വിളിച്ചതേ ഒരു 65,000 രൂപേൻ്റെ അടുത്ത് ഇരിക്കാനുണ്ടോ അവിടെ? അല്ല ആരുടെ മേടിച്ചെന്നാ? ആണോ? അവൻ പലിശക്ക് കൊടുക്കുന്നതാ? എടാ ഒരു എത്ര മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും? 3 മാസത്തിനുള്ളിൽ എങ്ങനെയാണ്? കുഴപ്പമില്ല. ഞാൻ നാളെ വരട്ടെന്നാ. ശരിടാ, ഓക്കെ. ദൈവമേ, മാസത്തെ എങ്ങനെ അടച്ചു തീർക്കാൻ? ഓരോന്നും പറഞ്ഞാൽ മതിയല്ലോ. സുമതിയായി വാസുവേട്ടനോ? എന്താ ഈ വഴിക്ക്? സഹദേവൻ ഇവിടെ ഇല്ലേ? ഇല്ല, പുറത്തു പോയിരിക്ക. എന്താ? അവന്റെ ഫോണിലേറ്റാ വിളിച്ചിട്ട് കിട്ടുന്നില്ലാലോ. എന്ത് കളിയായി കളിക്കുന്നത്? ഫോൺ കുറച്ചു ദിവസമായി ചാർജ് നിൽക്കാണ്ട് ഇങ്ങനെ ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണേ. അല്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? എന്റെ സുമതിയെ നിന്റെ കെട്ടിയാനേ 1 മാസത്തെ ഗ്യാപ്പും പറഞ്ഞ് 25,000 രൂപ എന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരാൻ കൂടിയില്ലെങ്കിൽ അവൻ അത് അങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അതിലൊരു മര്യാദ. 25,000 എന്റെ കെട്ടിയ നിങ്ങളുടെ അടുത്ത് വാങ്ങിച്ചാ?
എന്തിന്? അത് എന്നോടാ ചോദിക്കുന്നത്. നിങ്ങളുടെ 35ാമത്തെ വാർഷികമാണ്, ഇത് നടത്താൻ പൈസ ഇല്ലാണ്ട് വാങ്ങിക്കൊണ്ട് പോയതല്ലേ? ഓ ഓ ഓ, അതിന് വാങ്ങിച്ചല്ലേ? നിങ്ങൾ ഇങ്ങനെ ബേജാറൊക്കെ ഒന്നും വേണ്ട. ഒരു 3-4 ദിവസത്തിനുള്ളിലേ എന്റെ മോൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കും. അത് ആരെ ഏൽപ്പിച്ചാലും കുഴപ്പമില്ല. എന്റെ മക്കള് എന്റെ ചെലവിന് വേണ്ടി അയച്ചത് എന്താ? ഇനിയിപ്പോ ഈ പൈസക്ക് വേണ്ടി ഇങ്ങോട്ട് വരത്തല്ലേ? ഓ ഇല്ല വാസുവേട്ടാ, നിങ്ങൾ ധൈര്യമായിട്ട് പോയി. ആരുടെയും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് എന്നോടൊന്ന് പറഞ്ഞാ പോരെ, ഞാൻ ചെക്കൻ്റെ അടുത്ത് വാങ്ങിച്ചു കൊടുക്കുമല്ലോ. ഇതിപ്പോ ഓരോ ആൾക്കാരനെ വീട്ടിൽ വരുത്തിയിട്ട് കഴിയില്ലപ്പാ. എന്താ അമ്മ പറയുന്നത്? രാവിലെ അരപ്പവൻ കൊടുത്താൽ മതി പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോയല്ലോ. അതിന് 65,000 രൂപ ഒരാൾ കടഞ്ഞു വെച്ചിരിക്കുക. അപ്പോഴേക്ക് 3 ദിവസത്തിനുള്ളിൽ 25,000 വേറെ കൊടുക്കാനോ? ഞാൻ എന്താക്കാനാ മാം? കക്കാൻ പോകാൻ പറ്റുമോ? അതിന് നീ എന്നോട് ഇതിനായിട്ട് ചൂടാകുന്നത്? നിന്റെ അച്ഛൻ വാങ്ങിച്ച പൈസ അല്ലേ, അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അമ്മ അച്ഛനും കൂടി പണിക്ക് പോകുന്ന സമയത്താ ഞാൻ വീട്ടിലെ മുകളിലേക്ക് എടുക്കാൻ വേണ്ടി ലോൺ എടുത്ത്. അങ്ങനെ ലോണിന്റെ പകുതി അച്ഛനടയ്ക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ അച്ഛൻ പണിക്ക് പോയിട്ട് 1 വർഷമായമേ. അല്ലെങ്കിൽ ഇപ്പൊ 25,000 രൂപ എന്തിനു ഈ കടം എടുത്ത് അനാവശ്യമായിട്ട് ഈ പരിപാടിക്കോ? അപ്പോഴും ഞാൻ അതൊന്നും വേണ്ട പറഞ്ഞല്ലേ? അനാവശ്യോ? അച്ഛനും അമ്മന്റെയും വിവാഹ വാർഷികം നടത്തിയതാണ്ടാ നിനക്ക് അനാവശ്യമായിട്ട് തോന്നിയത്? ഇതിനു മുമ്പ് എത്ര തവണ നടത്തിയിട്ടുണ്ടടാ? അവൻ 25,000ന്റെ കണക്ക് പറയാൻ നിക്കണ. കണക്ക് പറഞ്ഞല്ലേ വാർഷികമാണ് പറഞ്ഞാൽ അതിനനുസരിച്ച് നടത്തിയാൽ പോരെ? അച്ഛൻ്റെ കുറെ ഫ്രണ്ട്സ് വിളിക്കുന്നു, നാട്ടുകാരെ വിളിക്കുന്നു, കുടുംബക്കാരെ വിളിക്കുന്നു, എല്ലാവർക്കും ബിരിയാണി കൊടുക്കണം പറഞ്ഞിട്ട് എത്ര ആളുടെ പരിപാടിയായിരുന്നു. അന്ന് തന്നെ എന്റെ കയ്യിൽ എത്ര പൈസ പൊട്ടിന്നറിയോ? അതുകൂടാതെ ഇപ്പൊ 25,000 പറഞ്ഞിട്ട് ഞാൻ അന്നേ പറഞ്ഞു ചെറിയൊരു ഇവിടെ കേക്ക് മുറിച്ചിട്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ കുറച്ച് ഭക്ഷണം കൊടുത്താൽ പോരായിരുന്നോ? നിന്നെ പോലെ തന്നെയല്ലടാ ആ സഞ്ജയ്. അവൻ അച്ഛനും അമ്മന്റെയും വിവാഹ വർഷമേ എത്ര ഗംഭീരമായിട്ടാണ് നടത്തിയത്. അത് കണ്ടപ്പോ ഞങ്ങൾക്കൊരാഗ്രഹം തോന്നി. അല്ലെങ്കിൽ അച്ഛനമ്മന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടേ ഈ മക്കളുടെ കടമ തന്നെയല്ലേ? അവനെ എന്നെയും വെച്ചും കമ്പയർ അല്ലമ്മേ. അവനൊക്കെ ഒരുപാട് കുടുംബസ്വത്തുണ്ട്, എവിടെയൊക്കെ ബിസിനസ്സുകളുണ്ട്. പൈസ ഉള്ളവർ അങ്ങനെ എന്തെങ്കിലും ചെയ്തോട്ടമ്മേ, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ നമ്മൾ മിഡിൽ ക്ലാസ് ആണ്, അതിനനുസരിച്ച് പെരുമാറണം. അല്ലെങ്കിൽ ആ പൈസക്ക് കടന്ന് ഇങ്ങനെ ഓടേണ്ടി വരും. എന്താ ഓടാൻ? നീ നിന്റെ ഭാര്യയും ജോലിക്ക് പോകുന്നില്ലേ? എന്നിട്ട് ഒരു 25,000 എടുക്കാൻ നിന്റെ അടുത്തൊന്നും ഇല്ലടാ? അവളും കൂടി ജോലിക്ക് പോകുന്നതുകൊണ്ടാണമ്മേ ഞാൻ പിടിച്ചേക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് 20,000 രൂപ കൊണ്ട് ഇവിടെ എന്താക്കാനമ്മേ? വീട്ടിൽ ലോൺ അടിക്കണ്ടേ, അമ്മയ്ക്ക് മരുന്ന് വാങ്ങണ്ടേ, സാധനം വാങ്ങണ്ടേ, എനിക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കണ്ടേ? എന്തൊക്കെ ഒരു മാസം കൊണ്ട് ഒപ്പിക്കുന്നത് അത് എന്നോട് മാത്രം ചോദിച്ചാൽ മനസ്സിലാവുള്ളൂ. അവൾക്ക് 12,000 രൂപ സാലറി ഉണ്ട്. 1 രൂപ പോലും അവളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കില്ല. എല്ലാം ഇവിടേക്കല്ലേ ചെലവാക്കുന്നത്. എന്റെ മോനെ, നിന്റെ കണക്കൊന്നും കേൾക്കാൻ എനിക്ക് കഴിയില്ല. അച്ഛൻ വാങ്ങിച്ച പൈസയല്ലേ, അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരും കൂടി വന്ന് അച്ഛന്റെ കോളറി പിടിക്കും. അത് കാണണമെങ്കിൽ നീ ഇതൊന്നും അടയ്ക്കണ്ട പോരെ. എല്ലാരും പറയും പൈസയെക്കാളും വലിയ സ്നേഹമാണ് സമാധാനം എന്നൊക്കെ. ഈ പൈസ ഇരിക്കുന്നത് രണ്ടും ഉണ്ടാവില്ലെന്നും അത് അനുഭവിക്കുന്നവർക്കല്ലേ മനസ്സിലാവുള്ളൂ. എന്നാട്ടാ ഇനിയിപ്പോ ഇതുകൂടിയേ ബാക്കിയുള്ളൂ, അതും കൂടി ചോദിക്കാൻ നിൽക്കല്ലേ? വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടേ എല്ലാവരോടും കടം വാങ്ങിയിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാണ്ട് ആരെങ്കിലും തരണ്ടേ? എന്താവശ്യമായിട്ടാ? ഇതെല്ലാം നിങ്ങൾ അനാവശ്യമായിട്ട് വരുത്തി വെച്ച കടങ്ങളല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ മുകളിലേക്ക് എടുക്കേണ്ട ആവശ്യം എന്താ? ഇവിടുത്തെ കുറെ സാധനങ്ങൾ വേണമെന്നിട്ട് എനിക്ക് എത്ര പവന നിങ്ങൾ കൊണ്ട് വിറ്റ് തൊലച്ചത്. ഞാനും എന്റെ വീട്ടുകാരും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതിങ്ങനെ നിങ്ങളുടെ കടമന്റെ പേരിൽ വിറ്റ് തൊലിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ദണ്ണുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിട്ടാ എന്റെ വീട്ടുകാരെന്നെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയാക്കി തന്നത്. ആ കിട്ടുന്ന ശമ്പളത്തില് 1 രൂപ പോലും എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതെങ്ങനെയാ? എന്റെ ബാങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? എടാ, ഞാൻ അനാവശ്യമായിട്ട് എന്തെങ്കിലും ചിലവാക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ അടുത്ത് ആ കൂടി 3-4 ഷർട്ടുള്ളൂ. അത് തന്നെ ഞാൻ മാറ്റി ഇട്ട് പോന്നു. ഒരു പാൻറ്റോ ചെരുപ്പോ എടുത്തിട്ട് എത്ര കാലം എന്നറിയണം. എല്ലാവരും പറയും ആണായി ജനിച്ചത് ഭാഗ്യമാണ്. പക്ഷെ ഞങ്ങളെപ്പോലുള്ള മിഡിൽ ക്ലാസ്സിലെ ആണുങ്ങളോട് ചോദിക്കണം. 15-ാം വയസ്സിൽ തുടങ്ങിയിടൂ കടമൻ്റെ പേരിൽ. 10ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയതാ. വീട്ടുകാർ പറഞ്ഞു പെങ്ങന്മാരെ പഠിപ്പിക്കേണ്ടത് ആണായ നിന്റെ കടമയാണ്. അത് ചെയ്തു. അവരെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കടമയാണ്. വീട് വെക്കേണ്ടത് ആണായ എൻ്റെ കടമയാണ്. അവരെ പ്രസവം നോക്കണം. പ്രസവത്തിന് 1 ലോഡ് സാധനം കൊടുത്തയച്ചു. ഇതപ്പ ഇതും എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞത് ഏട്ടാ. ഏട്ടൻ കുളിച്ചിട്ടോ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. പാവം തന്നെ. അവളുടെ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ടതാ. ഇവിടെ വന്നാലെങ്കിലും കുറച്ച് സന്തോഷം കിട്ടും തന്നെ. അത് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. എപ്പോഴാണ് ഈ കടങ്ങളൊക്കെ ഒന്ന് തീരുക?
രാവിലെ തുടങ്ങിയതാണല്ലോ ഈ ബുക്കുമായിട്ടിരിക്കുന്നത്. എന്തപ്പോ കാര്യമായിട്ട് എഴുതാൻ? ഒന്ന് രാവിലെ ശമ്പളം ക്രെഡിറ്റ് ആയതല്ലേ, ഒരു മാസത്തെ വരവ് ചെലവ് എഴുതി വെച്ചായിരുന്നു. എന്തോ വരവിനെക്കാളും കൂടുതൽ ചിലവാണല്ലോ. ആദ്യം ബസ് കയറി ഗ്യാസ്, കറണ്ട് ബില്ല്, EMI കണ്ടിട്ട് ഇതിപ്പോൾ ഓരോ മാസം കൂടുതലും കടം കൂടി വരുന്നതിൻ്റെ. നിന്റെ ശമ്പളം കൂടി ഉള്ളതുകൊണ്ട് എങ്ങനെയോ പിടിച്ചു എന്ന് തോന്നും. അല്ലെങ്കിൽ എപ്പോഴും ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. വരവിനെക്കാളും ചെലവ് കൂടിയിട്ടുണ്ടെങ്കിലേ ആ കുടുംബം മുടിഞ്ഞു എന്നർത്ഥം. ഏട്ടാ ഇനിയെങ്കിലും കൺട്രോൾ ചെയ്തോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോവേ. ഏട്ടാ അതിന് അനാവശ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ചിലവാക്കുന്നുണ്ടോ? എത്ര കാലം കിടന്ന് പുറത്തു പോയിട്ട്. ദൈവം, ഗിരീശൻ വിളിക്കുന്നു. 3 മാസമൊക്കെ ആയോ ഗിരീഷ? നാളെയാ? നാളെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മുഴുവൻ പൈസ കൊടുക്കാം. ആ അമ്മേ, ഇപ്പം ആ ഗിരീഷിനെ വിളിച്ചത്. ചേച്ചിൻ്റെ മോളെ പരിപാടിക്ക് 65,000 രൂപ ഞാൻ അവരുടെ കടം മേടിച്ചത്. അവൻ പറഞ്ഞ ഡേറ്റ് നാളെ തീരുക. തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലവേ. അവളുടെ അടുത്തും ഉണ്ടാവില്ല. അവൻ്റെ അലമാരിലൊരു പൊട്ടിയ വള വെച്ചില്ലേ, അന്ന് എടുത്ത് തരണേ. എടാ അതൊന്നും പറ്റില്ല. അത് നിന്റെ അച്ഛനെ ആദ്യമായിട്ട് അമ്മയ്ക്ക് വാങ്ങിച്ചു തന്നതാ. അപ്പൊ പൊട്ടിയതുകൊണ്ട് അലമാറി വെച്ചോന്നേ ഉള്ളൂ. അതിനി എടുത്ത് വിളക്കാൻ കൊടുക്കണം എനിക്ക്. അമ്മ ഇത്രയായിട്ടേ ഒരു തരി പൊന്നു പോലും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുത്തില്ല. അവളെ അവളുടെ വീട്ടുകാർ ഉണ്ടാക്കി കൊടുത്ത സ്വർണം മുഴുവൻ നമ്മുടെ കാര്യങ്ങളൊക്കെ വിറ്റ് തൊലച്ചമ്മേ. അമ്മൊരു കാര്യം ചെയ്യ്, അതെടുത്തതാ. ഒരു 5-6 മാസം കൊണ്ട് ഞാൻ തിരിച്ചെടുത്തു തരാം. പിന്നെ നീ തിരിച്ചെടുത്തിരുന്ന ആള് നീ വേറെ നിങ്ങൾ നോക്ക്. ഞാൻ അതും പറഞ്ഞിട്ട് എന്റെ പുറകെ വരണ്ട. ഇനിയിപ്പോ ഇതായിട്ട് എന്തിനാ ഇട്ട് നടക്കുന്നത്? താലിയിലൊരു കറുത്ത ചട്ട കൊടുത്തിട്ടേ ഇതോട്ട് അഴിച്ചു തരാം. പക്ഷെ ഇന്നത്തോടെ ഈ പരിപാടി നിർത്തിക്കോ കേട്ടാ. സന്ധ്യ, നിങ്ങളുടെ ഈ കടമകളൊക്കെ തീർക്കാൻ വേണ്ടിട്ടാണോ എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കെട്ടിക്കൊണ്ടുവന്ന് അന്ന് കാണാൻ തുടങ്ങിയതോ കടമന്റെ പേരിൽ വീട്ടുകാരും കുടുംബക്കാരെ കൂടി നിങ്ങളിട്ട് ഇങ്ങനെ പിഴിയുന്നത്. ഞാൻ എന്തെങ്കിലും പറയാൻ പോയാ അവസാനം ഞാൻ കരടായി പോയില്ലേ? എന്നിട്ട് ആരെങ്കിലും 1 രൂപ തന്ന് സഹായിക്കുന്നുണ്ടാ? അപ്പോഴും ഞാൻ എന്റെ വീട്ടുകാരുടെയൊക്കെ സ്വർണം നിങ്ങൾക്ക് വേണം. ഇനിയും കടമന്റെ പേരിൽ കടം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിന്നാ ആ നിമിഷം ഞാനും എന്റെ കുഞ്ഞും ഈ വീട് വിട്ടിറങ്ങും. ആ പിന്നെ മോനെ, ഇളയവളെ 7ാം മാസത്തിലെ പ്രസവത്തിന് വരുന്നത്. ഇപ്പൊ 5 ആയിട്ടുള്ളൂ. എന്തായാലും നിന്റെ അടുത്ത് മുൻകൂട്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് എന്നോട് നിന്റെ അമ്മ പറയുന്നത്? അവൾക്ക് വേണ്ടി റൂം ഉണ്ടല്ലോ മുകളിൽ, കട്ടിലും അലമാരയൊക്കെ ഉണ്ട്. അവൾ 5ഓ 7ഓ മാസം എപ്പോഴോ വന്ന് അവിടെ ഇരിക്കട്ടെ. പ്രസവ സമയത്ത് അവൻ്റെ ഭർത്താവിനോട് ഹോസ്പിറ്റലിൽ ബില്ലടിക്കാൻ പറഞ്ഞേ. എന്നിട്ട് പ്രസവിച്ച് പോകുന്ന സമയത്ത് ഒരു സാധനം കൊടുക്കാൻ എന്നെ കൊണ്ടാവില്ലമ്മേ. അമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയ ചെയ്തോ? എന്താടാ എന്തൊക്കെയാ പറയുന്നേ? അതൊക്കെ നിന്റെ കടമയല്ലേ? അതമ്മേ, ആണോ എനിക്ക് മാത്രമേ ഈ കടമയുള്ളൂ? 15 വയസ്സിൽ തുടങ്ങിയതല്ലേ കടമന്റെ പേരിൽ എന്നെ പിഴിയെ? ഒരു ഷർട്ട് അച്ഛനോ അമ്മയോ ഈ പറഞ്ഞ പെങ്ങന്മാരെ എനിക്ക് വാങ്ങിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു എന്താ ഇത്? കടമന്റെ പേരിൽ എന്റെ ഭാര്യയുടെ സ്വർണം മുഴുവൻ വിറ്റ് തീർത്തമേ. എനിക്ക് ഒരു ഭാര്യയും കുഞ്ഞൊക്കെ ഉണ്ട്. മതിയമ്മേ, ഇന്നത്തോടെ എല്ലാം മതി. എനിക്കും ജീവിക്കണം. വന്ന പെണ്ണുങ്ങൾ രൂപമില്ലെങ്കിൽ ഭർത്താക്കന്മാരെ മാറ്റിയെടുക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ കണ്ണിൽ തന്നെ അനുഭവമായി. എന്നാലും കല്യാണം കഴിഞ്ഞപ്പോ നിനക്ക് അമ്മയും പെങ്ങളും ഒന്നും വേണ്ടണ്ടായില്ലേ? അങ്ങനെയുണ്ടാ ഒരു ഭാര്യ? അമ്മ എന്തായി പറഞ്ഞിട്ട് പോന്നു? ഇവിടത്തെ കടം തീർക്കാൻ വേണ്ടി എന്റെ ഭാര്യന്റെ സ്വർണം മുഴുവൻ വിറ്റു. എന്നിട്ട് അവളിനെ കുറ്റം പറയുന്നു? അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന എന്നെ പോലുള്ള ആണുങ്ങളുടെ അവസാനം ഇത് തന്നെയായിരിക്കും. നാട്ടുകാരുടെയും അവളുടെ വീട്ടുകാരുടെ ഒക്കെ മുന്നിൽ എന്റെ കുട്ടീനെ നാണം കെടുത്തിയപ്പോ നിനക്ക് സമാധാനമായില്ലടാ? അമ്മ കുറെ ദിവസമായാലും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് അവളുടെ മനസ്സമാധാനം കണ്ടെന്നാ പറയുന്നത്? പിന്നെ അല്ലാണ്ട് നീയല്ലടാ പറഞ്ഞത് എന്റെ കുട്ടിനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നുള്ളത്. അതുകൊണ്ട് മാത്രമാ അവൻ ദുബായിന്ന് പ്രസവ സമയത്ത് നാട്ടിലെത്തിയത്. എന്റെ കുട്ടിക്ക് ലീവ് കൂടിയില്ല. എല്ലാം നീ ഒരുത്തൻ കാരണമാ. അമ്മേ, ചേച്ചിന്റെ 2 പ്രസവം കഴിഞ്ഞാണമ്മേ. ഇതിപ്പോ ഇവളുടെ 2ാമത്തെ അല്ലേ. ഇത്രയും കാലം കടവന്റെ പേരിൽ ഞാൻ തന്നെയല്ലേ എല്ലാം നോക്കിയത്. ഇനി എനിക്ക് ആകില്ലമ്മേ, ഒരുപാട് കടകളുണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ പരിപാടി നിർത്തിയതാണെന്ന്. അപ്പൊ അമ്മയല്ലേ പറഞ്ഞത് അത് പറ്റില്ല, ഇത് കൂടി നോക്കണമെന്ന്. അതന്നെയാ പറഞ്ഞത്. എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന്. അവർക്ക് ഇനി വലിയ ഹോസ്പിറ്റലിൽ കാണിക്കാൻ ചിലവ് അവരെടുത്തോട്ടെ. അല്ലെങ്കിലും ഇപ്പോൾ ദുബായിൽ നിന്ന് ഭാര്യ പ്രസവിച്ച സമയത്ത് നാട്ടിൽ വന്ന് പറഞ്ഞല്ലേ, അത് വലിയ കാര്യം തന്നെയാണ്. ഈ സമയത്ത് ഭർത്താവ് ഭാര്യൻ്റെ കൂടെ നിൽക്കുക തന്നെ വേണം. ലീവില്ല അത്ര. ഏതൊരു കമ്പനിക്കാരന്റെ കല്യാണത്തിന് 5 ദിവസം ലീവാക്കിയിട്ട് പെട്ടെന്ന് വന്നല്ലോ. അതിനേക്കാളും വലിയ കാര്യമല്ലേ ഇത്?
ഓ അങ്ങനെ എല്ലാം നിന്റെ ഭാര്യ പറഞ്ഞ് പഠിപ്പിച്ചായിരിക്കില്ലടാ. അവളുടെ ഒരു തരി പൊന്നുപോലും ബാക്കിയില്ലാതെ എല്ലാം ഈ കുടുംബത്തിന് വേണ്ടി ചെലവാക്കില്ലേ? നീ അവളുടെ മേലെ കുതിരയായിരിക്കോ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. പെങ്ങളുടെ പ്രസവം നോക്കേണ്ടത് ആങ്ങളെ എൻ്റെ കടമയാണ്. എൻ്റെ ഭാര്യ ഒന്ന് പ്രസവിച്ചല്ലേ, അന്നേരം ഈ പെങ്ങന്മാരോ ഈ പറയുന്ന അമ്മയോ അളിയന്മാരോ ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ചോ? എന്താമേത്? ഞാനെന്താ കറോ പശുവാണോ? അതിന് നീ വലിയ പുണ്യാളനായിട്ടല്ലേ? ആദ്യത്തെ പ്രസവമാണ്, അത് പെണ്ണിന്റെ വീട്ടുകാരാ നോക്കണ്ടെന്ന് പടി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ. അപ്പൊ നിനക്കത് പറ്റിയില്ലല്ലോ, അവിടെ അനുഭവിച്ചോ? ഇതൊക്കെ ആരുണ്ടാക്കിയ നിയമമാണ്? എൻ്റെ ഭാര്യൻ്റെ പ്രസവം നോക്കേണ്ടത് അവളുടെ വീട്ടുകാരാണോ? അത് ഭർത്താവായി എൻ്റെ കടമയാണത്. അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ എന്തുണ്ടമ്മേ? ആ കൂടി ഒരാൾ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കഴിയേണ്ടത്. ചെറുപ്പം മുതലേ പൈസന്റെ വില എന്താണെന്ന് എനിക്ക് നല്ല പോലെ അറിയാമേ. അതുകൊണ്ട് ഒരാളെയും ഞാൻ പിഴിയില്ല. പിഴിയണ്ടടാ, ഭാര്യ വീട്ടുകാരിങ്ങനെ പോറ്റിക്കൊണ്ടിരുന്നോ? ഈ പെങ്ങന്മാർക്ക് കൊടുക്കുന്നതിനൊക്കെ 100 കണക്ക് വെച്ചിട്ടില്ലല്ലോ. അല്ല ആങ്ങള. ഭാര്യ വീട്ടുകാരെ ഞാൻ പോറ്റുന്നോ? ഓണത്തിനും വിഷുവിനും കുറച്ച് ഡ്രസ്സ് എടുത്തു കൊടുത്താനാണ് അമ്മ ഈ പറയുന്നത്? എൻ്റെ അമ്മ അവരുണ്ടാക്കിയ സ്വർണം വിറ്റിട്ടാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. പെങ്ങളുടെ വാർപ്പിനും അവളുടെ പ്രസവത്തിനൊക്കെ ആ സ്വർണം എടുത്തത്. അതൊക്കെ അമ്മ മറന്നോ? ആ പിന്നെ എന്തിനീ ഭാര്യമാര് സ്വർണം കൊണ്ടുവരുന്നത്? ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതെടുത്ത് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യാന്നെ. ഭർത്താവിന്റെ വീട്ടുകാരനെ കടന്നു തീർക്കാൻ വേണ്ടിയിട്ടാണേ ഓരോ പെൺകുട്ടികളും കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ സ്വർണം കൊണ്ടുവരുന്നത്. അല്ല, ഈ ഭാര്യ വീട്ടുകാർക്കും കടമുണ്ടാവില്ലേ? അത് തീർക്കാൻ ഭർത്താവായി എനിക്ക് പറ്റുമോ? അങ്ങനെ ചെയ്ത അമ്മ വെറുതെ ഇരിക്കുവോ? അല്ല, ഇനിയിപ്പോ അവള് കൊണ്ടുവന്ന സ്വർണത്തിന് ഒരു പാവം പോലും തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ സമ്മതിക്കുവോ? എന്റെ ഗതികേട് കൊണ്ട് എല്ലാം പണയം വെച്ചാണമ്മേ. അല്ല, അമ്മ പറഞ്ഞ പോലെ ഭർത്താവിന്റെ പ്രശ്നത്തിലല്ലോ, ഭർത്താവിന്റെ പെങ്ങളുടെ വീട് പഠിക്കും മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ എന്റെ ഭാര്യന്റെ സ്വർണ്ണം എടുത്തത്. എന്തേ അവൾക്ക് സ്വർണ്ണമില്ലേ? അതൊക്കെ എടുത്ത് അത് ചെയ്താൽ പോരായിരുന്നോ? എന്താ അല്ലേ എടാ, അച്ഛനും അമ്മയും പറയണത് അനുസരിക്കാൻ വേണ്ടത്. അതാ നല്ല മക്കള്. അതിനായിട്ട് ഇങ്ങനെ എല്ലാത്തിനും തർക്കുത്തരം പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. അച്ഛനമ്മയും പറയുന്നതൊക്കെ മക്കൾ കേൾക്കണമേ. പക്ഷെ അതേപോലെ മക്കളെ അച്ഛനമ്മമാരും മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്നത് കേട്ട് നടന്നിട്ടാണമേ ഞാൻ ഇത്രയും വലിയ കടക്കണിയിലായത്. അല്ല, എന്റെ ശമ്പളം എത്രയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമേ? അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണോ അമ്മ ഇത്രയും കാലം പറഞ്ഞത്? എല്ലാവരും അങ്ങനെ തന്നെയാടാ. പിന്നെ ഒരു കുടുംബത്തിലിരിക്കുമ്പോ അവനവന്റെ കാര്യം മാത്രമാണ് നോക്കി നടക്കേണ്ടത്. എല്ലാവരുടെയും കാര്യം കണ്ടറിഞ്ഞ് ചെയ്യണം. ഇത്ര കാലം ഞാൻ അങ്ങനെ തന്നെയല്ലേ അമ്മ ചെയ്തത്? അതുകൊണ്ട് ഇപ്പൊ എന്തായി? എന്റെ ജീവിതത്തിൽ സന്തോഷവും ഇല്ല, മുഴുവൻ കടവും. അല്ല, ഈ പെങ്ങന്മാർക്കും എന്റെ കാര്യമൊക്കെ ഇടയ്ക്കൊക്കെ നോക്കാലോ. എപ്പോഴെങ്കിലും അമ്മ അത് പറഞ്ഞിട്ടുണ്ടോ? 1 രൂപ എനിക്ക് ആരെങ്കിലും ഇതുവരെ തന്നിട്ടുണ്ടമ്മേ? ഓ മതി. ഇനി അതും ഇതും പറഞ്ഞിട്ടേ എന്റെ ഉള്ള മനസ്സമാധാനം കളയണ്ട. എന്തായാലും പ്രസവം അവര് നോക്കി. എന്തായാലും 1.5 ലക്ഷം നിനക്ക് അതിൽ ലാഭമായില്ലേ? ഇപ്പൊ അവര് 90-ന് വിളിച്ചിട്ട് പോണെന്നാ പറഞ്ഞത്. 5-8 മാസം ഒന്നും ഇരുത്തുന്നില്ല അത്രേ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്താ വെച്ചാ ചെയ്യണ്ടേ? അവരെപ്പോഴും വിളിച്ചു കൊണ്ടുപോട്ടമ്മേ. ഇതിപ്പോ ഇനി എന്ത് ചെയ്യാനാ? ആദ്യത്തൊന്നും അല്ലാലോ. ആദ്യത്തെ എല്ലാം വന്നിട്ട് കൊടുക്കേണ്ട നമ്മൾ കൊടുക്കുക വേണ്ടടാ. നീ എവിടെങ്കിലും വിളിച്ചിട്ടേ ഫർണിച്ചർക്കൊക്കെ ഓർഡർ കൊടുക്ക്. എന്താ ഇത്? ഇത്ര നേരം പറയുന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കയ്യിൽ പൈസ ഇല്ല അമ്മേ. അല്ലെങ്കിൽ ആദ്യത്തെ പ്രസവത്തിന് ഈ കട്ടില് അലമാരും ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ മറ്റേ ഒരു ലോഡ് സാധനം കൊടുത്തു വെച്ചില്ലേ? എത്ര പൈസയാണെന്നറിയോ? എൻ്റെ എത്ര മാസത്തെ ശമ്പളമാണെന്ന് അറിയാമേ. അല്ലെങ്കിൽ അവളുടെ വീട്ടിലിപ്പോ വലിയ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ അവര് വാങ്ങിക്കോട്ടെ. അതും ഇവിടെ തന്നെ കിട്ടിക്കൊണ്ട് വേണോ? നടക്കില്ലമ്മേ. ഇനിയിപ്പോ അവൾക്ക് 2, 3, 4, 5 കുട്ടികൾ വേണമെങ്കിലോ ഈ ഓരോ പ്രസവത്തിലും സാധനം കൊണ്ട് കൊടുക്കാനാ? കഴിയില്ലമ്മേ. പോകുന്ന സമയത്ത് കുറച്ചാൾക്ക് ഭക്ഷണം കൊടുക്കുക, അത് മാത്രം എന്നെ കൊണ്ട് പറ്റൂ. എടാ മോനെ, ഈ കൊടുത്തൊന്നും എവിടെയും പോയില്ലടാ. എല്ലാം നിനക്ക് തന്നെ തിരിച്ചു കിട്ടും. കിട്ടും അമ്മ എന്നെ കൊണ്ട് പറയപ്പിക്കല്ലേ. ഈ ഇങ്ങനെ കിട്ടും പറഞ്ഞിട്ടാണ് നാട് മുഴുവൻ എന്നെ കൊണ്ട് അമ്മ കവർ കൊടുപ്പിച്ചത്. എന്നിട്ട് എന്റെ കല്യാണത്തിന് എത്ര തിരിച്ചു കിട്ടിയമ്മേ? അതും കൊറോണ സമയത്ത് കൊടുത്തതിന്റെ 1/4 ഭാഗമെങ്കിലും കിട്ടിയോ? ഇനിയുള്ള കാലത്ത് അങ്ങനെ തന്നെ ആർക്കും അങ്ങോട്ട് കൊണ്ടു പോകുന്ന സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കൊടുക്കലും വാങ്ങലൊന്നും ഇനി വേണ്ട. എന്തായാലും നിന്നോട് പറഞ്ഞ ജയിക്കാന്നും എനിക്ക് ആവില്ല മോനെ. നീ ആദ്യത്തെ പോലെയല്ല, എല്ലാം മാറിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ചെക്കന് തലയ്ക്ക് കയറുന്നില്ലല്ലോ. നിന്റെ മോന്റെ പരിപാടിക്ക് അവൾ അരപ്പവൻ തന്നതല്ലേ, അത് തിരിച്ചു കൊടുക്കുന്ന? അമ്മ 4 വർഷം മുമ്പ് കുഞ്ഞിനെ നൂല് കെട്ടുന്ന സമയത്ത് അവൾ അരപ്പവൻ തന്നു പറഞ്ഞ ആ സമയത്ത് പവന് വെറും 50,000 താഴെയായിരുന്നമ്മേ. ഇപ്പൊ 1,15,000 മുകളിൽ കടന്നു. ഈ സമയത്ത് അരപ്പവൻ കൊടുക്കണം പറഞ്ഞാൽ എത്ര പൈസയാണെന്നറിയോ? ഞാനും ഒരുപാട് നടത്തിയിട്ടുണ്ടമ്മേ. അതിനൊന്നും അമ്മയ്ക്ക് കണക്കില്ലാലോ. എന്നാലും അരപ്പവന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലേ. എന്നെ കൊണ്ട് പറ്റിയത് എന്തെങ്കിലും ചെയ്യാം, അത്രേ ഉള്ളൂ. നന്നായിട്ട് മോനെ, നീ നല്ല മാറിയിട്ടുണ്ട്. മാറിയതല്ല, അവള് മാറ്റിയതാ. എന്തായാലും ഇതുപോലത്തെ ഒരു സാധനമാണെന്ന് അറിഞ്ഞില്ലല്ലോ. ആമേ, അവള് മാറ്റിയത് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇനി വലിയ കടക്കാരനായിട്ടുണ്ടാവും. അത് തീർക്കേ അവള് തരാൻ സ്വർണ്ണമില്ല. ഇനിയിപ്പോ അവളുടെ വീട് വിറ്റിട്ട് തരേണ്ടി വരും. ഒരു ആവശ്യത്തിന് ഒരു പൊട്ടി വള തരാൻ പറഞ്ഞപ്പോ ഇല്ല പറഞ്ഞിട്ട് ഓടിയ ആളാണ്. ഇനിയിപ്പോ അവളെയും കുറ്റം പറഞ്ഞിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെയല്ലേ അവസാനം സംഭവിക്കൂ.
ഏട്ടാ ഒന്ന് നിന്നേ. ഞാൻ പ്രസവിച്ചു പോകുമ്പോഴേ കട്ടിലും അലമാരൊന്നും തരില്ലെന്ന് അമ്മോടെ ഏട്ടൻ പറഞ്ഞോ? ആ പറഞ്ഞു. അല്ലെങ്കിൽ എനിക്കിപ്പോ കട്ടിലിന്റെ അലമാരിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ആദ്യത്തെ പ്രസവത്തിന് എല്ലാം തന്നല്ലേ. അതും പറഞ്ഞിട്ട് വെറും കൈയോടെ പോവാൻ പറ്റുമോ? അതെനിക്ക് നാണക്കേടല്ലേ? എന്ത് നാണക്കേട് അഞ്ജു, തരാനുള്ളൊക്കെ ഞാൻ തന്നല്ലേ. ഇനി എന്നെ കൊണ്ടൊന്നും ആവില്ലടി. ഇതിന് നിന്റെ ഭർത്താവ് ഗൾഫിലല്ലേ, എന്തെങ്കിലും വേണമെങ്കിൽ മൂപ്പരോട് ഓർഡർ ചെയ്യാൻ പറ. പിന്നെ ഞാൻ പ്രസവിച്ചു പോകുമ്പോ എന്റെ ഭർത്താവിനോടാണല്ലോ പറയാ. അല്ല, നീ ചേച്ചിയുടെ വീട്ടിന്റെ വാർപ്പിനൊക്കെ കുറെ പൈസ കൊടുത്തൂലോ, എന്താ എനിക്ക് മാത്രം തരാത്തത്? ആ കൊടുത്തിരുന്നു. അന്നേരം എനിക്ക് തീരെ ബുദ്ധിയില്ലായിരുന്നടി. അതുകൊണ്ട് എത്ര കടമെന്നറിയോ? ആ കടമൊക്കെ എന്റെ ഭാര്യന്റെ സ്വർണ്ണം വിറ്റിട്ടാ തീർത്തത്. അല്ല, നീ ഇപ്പൊ വാടക വീട്ടിലല്ലേ ഇരിക്കുന്നത്? വാടക കൊടുക്കാനുള്ള പൈസ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. എന്തിനാണ് എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നത്? എനിക്കൊരു ഭാര്യ കുഞ്ഞുണ്ട്, എന്നെ വെറുതെ വിട്. അമ്മ പറഞ്ഞ പോലെ ഏടത്തിയമ്മ നിന്നെ നന്നായി മാറ്റിയെടുത്തു. അല്ലടോ, നീ ഇവിടെ എത്തിയോ? ബസ് ഇറങ്ങിയ ഞാൻ വിളിച്ചാണല്ലോ. ഇതെന്താ ഇത്ര നേരം? അത് അഞ്ജുവേ, അവൾക്ക് പ്രസവിച്ചു പോകുമ്പോ കുറെ സാധനം വേണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ 2 ചീത്ത പറഞ്ഞപ്പോ അങ്ങ് പോയി. പക്ഷെ ഇപ്പൊ അമ്മയ്ക്കും പെങ്ങന്മാർക്കൊക്കെ നമ്മൾ രണ്ടാളോടും ഭയങ്കര ദേഷ്യം കേട്ടോ. ആര് ദേഷ്യം കാണിച്ചാലും ഒരു കുഴപ്പമില്ല ഏട്ടാ. അപ്പൊ നിങ്ങളുടെ കടമയൊക്കെ മാറ്റി വെച്ചോണ്ടേ 5-6 മാസം കൊണ്ട് ഈ പണം വെച്ച് ചെയിൻ എടുക്കാൻ പറ്റിയില്ലേ? ഇനിയിപ്പൊ ഇങ്ങനെ തന്നെ പോവാണെങ്കിൽ എല്ലാ കടവും തീർത്ത് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഞാൻ പുതിയൊരു കമ്പനിയിൽ CV കൊടുത്തിട്ടുണ്ട്. അവിടെ മാസം 10-20,000 ഉണ്ടെന്നാ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. നിനക്ക് എന്തായാലും കിട്ടണോ? എനിക്ക് മാറണോ? ആ കൂടി 20,000 രൂപ ശമ്പളം ഉള്ളൂ. ഈ പുറത്തൊക്കെ ഈ പോസ്റ്റിന് എത്ര പൈസ ഉണ്ടെന്ന് അറിയോ? ഇപ്പൊ ഞാൻ അവിടെ തന്നെയല്ലേ ട്രെയിനിങ് കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഈ സേഫ് സോൺ നോക്കി നിന്നാലേ ഞാൻ തന്നെ ആയിപ്പോ. എന്നാലും ഞാൻ ഒരു പാക്കറ്റ് പാല് മേടിച്ചു കേട്ടോ. ഫ്രിഡ്ജിൽ പാലില്ല. നീ മെല്ലെ നടന്നോ. എന്നാ രണ്ടാളും കൂടി പോയിട്ട് വാ. ശരി. ശരി. എന്താ ചെയ്യ? എന്റെ കുട്ടി പ്രസവിച്ച് പോകുമ്പോഴേ കുറച്ച് ഡ്രസ്സും പാത്രമായിട്ടല്ലേ പോയത്. അവൾക്ക് എത്ര വിഷമമുണ്ടെന്നറിയോ? അമ്മേ, അവള് വിഷമിച്ചു പോയപ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റണ്ടമ്മേ. ഇപ്പഴാണ് ഞാനൊന്ന് നിവർന്നിട്ടുള്ളൂ. സാരല്ല, ആദ്യത്തിന് നമ്മൾ വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ, അത് മതിയമ്മേ. ഇനിയിപ്പോ കഴിയനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാനേ നിന്റെ അടുത്ത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? മൂത്തവളുടെ ഭർത്താവിനെ കുടുംബത്തിൽ നിന്ന് ഒരു 10 സെന്റ് സ്ഥലം ഭാഗം കിട്ടിയപ്പോ അവര് പുതിയ വീട് വെച്ച് അവിടെ താമസിക്കണോ? ഇളയവളുടെ കാര്യം അങ്ങനെയാണാ? എത്ര കാലമായി അവിടെ വാടക വീട്ടിൽ തന്നെ ഇരിക്കണേ. കുടുംബ സ്വത്ത് എന്ന് പറയാ അവൻ എന്തെങ്കിലും ഉണ്ടടാ അവിടെ? കുറെ ആയി അവിടെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടണു. വലിയ ശമ്പളം എന്തെങ്കിലും ഉണ്ട് അവന്? അതും വെച്ച് നാട്ടിലൊരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെക്കാൻ പറ്റും തോന്നുന്നുണ്ടാ? അതിനിപ്പോ ഞാനെന്താക്കാനമ്മേ? അളിയും തന്നെയല്ലേ പറഞ്ഞു ഗൾഫിൽ നല്ല സാലറി ആണെന്ന്. കമ്പനിക്കാരെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ എന്റെ? 1.5 ലക്ഷം വിസയ്ക്ക് പറഞ്ഞിട്ട് 70,000 രൂപ അതിനും ഞാൻ കൊടുത്തു. എന്തായാലും എന്നെ പോലെ 20,000 രൂപ ഒന്നുമല്ലോ, അതിൽ കൂടുതൽ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അതൊക്കെ വീടെടുത്തോട്ടെ. 2 കുട്ടികളായി, മൂത്തത് പെണ്ണാ. അതുകൊണ്ടേ ഇനിയും വഹിച്ചാൽ ശരിയായില്ല. അമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തായാലും പെങ്ങന്മാരുടെ പേർക്ക് ഭാഗമൊന്നും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. മൂത്തവളുടെ അടുത്ത് ചോദിച്ചപ്പോ അവളിവിടെ നിന്നൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഇളയവൾക്ക് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഈ വീടും സ്ഥലമേ അവളുടെ പേർക്ക് എഴുതി കൊടുക്ക. എന്ത്? ഈ വീട് സ്ഥലം അവളുടെ പേര് എഴുതി കൊടുക്കാനോ? അപ്പൊ ഞാനും എന്റെ ഭാര്യയും കുഞ്ഞും എന്താക്കുമേ? നിങ്ങക്ക് 2 ആൾക്കും ജോലിയില്ലേ? അവൾക്കാണെങ്കിൽ ഇപ്പൊ ജോലി മാറ്റം കിട്ടിയ നല്ല ശമ്പളം ഉണ്ട്. ഇതുപോലത്തെ എത്ര വീട് വേണമെങ്കിലും നിങ്ങൾ വിചാരിച്ചെടുക്കാൻ പറ്റില്ലടാ. അവളുടെ കാര്യം അങ്ങനെയാണാ? അവൻ ഒറ്റയ്ക്ക് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ആവുമോ? ഇതുപോലത്തെ കുറെ എണ്ണോ? അമ്മ, ഈ ഒരു വീട് ഇങ്ങനെ ആക്കാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? അതും പറഞ്ഞിട്ട് ഇത് തറവാടല്ലടാ. നീ ഇപ്പൊ ചെറിയ മാറ്റം വരുത്തി വേണ്ടിട്ട് ഇത്രയും കാലം നിന്റെ കുടുംബം തന്നെയല്ലേ എവിടെ ഇരുന്നത്. എപ്പോഴെങ്കിലും തറവാടിന്റെ ഭാഗം കൊടുക്കണം മോനെ പെൺകുട്ടികൾക്ക്. എന്ത് തറവാടമ്മേ? അച്ഛന്റെ വീട്ടുകാരെല്ലാം കൂടി പറ്റിച്ചിട്ട് ഈ വയലിൽ അച്ഛനൊരു 5 സെന്റ് സ്ഥലം കൊടുത്താണ് അമ്മ പറയുന്നത്. ഇതിനപ്പുറം 1.5 ലക്ഷം വെള്ളം സെന്റിന് വില. ഇവിടെ റോഡും കൂടി ഇല്ലാത്തതാ. അപ്പൊ എല്ലാം കൂടി 5 സെന്റ് സ്ഥലത്തിന് എത്ര പൈസ ഉണ്ടാകാൻ പറഞ്ഞാ? 2 പെണ്ണുങ്ങൾക്ക് 20 പവൻ വെച്ചിട്ടാണ് ഞാൻ സ്വർണം ശ്രീധരായിട്ട് കൊടുത്തത്. ഇപ്പോഴത്തെ വില അനുസരിച്ച് എത്ര പൈസയായി? ഇനി അതിന്റെ ഭാഗം വേണത്രേ. ആദ്യം ഒരു ചെറിയൊരു ഓട് വഴിയായിരുന്നേ, അത് ഇത്രയും വലിയ വീടാക്കി മാറ്റില്ലേ? അതാണ് അമ്മ പറഞ്ഞ ചെറിയൊരു മാറ്റം. നീ വെറുതെ പഴംപുരാണം പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. കല്യാണ സമയത്ത് കുറച്ച് സ്വർണം കൊടുത്തു വേണ്ടേ, അതൊക്കെ അപ്പ കഴിഞ്ഞു. അതും പറഞ്ഞിട്ട് ഭാഗം കൊടുക്കാതിരിക്കാൻ പറ്റുമോ?
ഞാൻ അച്ഛൻ എന്തായാലും തീരുമാനിച്ചതാ. അവൻ്റെ അടുത്ത് വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അവള് ചെയ്യും. നീ അതിലൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. നിങ്ങളെ പോലുള്ള ഭർത്താക്കന്മാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞങ്ങളെ ഭാര്യമാര് പറയണതൊക്കെ കുശുമ്പും കുഞ്ഞായ്മയാണെന്ന്. അല്ലെങ്കിലും ഞങ്ങൾ വന്നു കയറിയ പെണ്ണുങ്ങളല്ലേ. ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആ നിങ്ങളെയും നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ തമ്മിൽ പിരിപ്പിക്കാനെന്ന് എല്ലാവരും വിചാരിക്കുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടില്ലെങ്കിലും നിങ്ങളെക്കാളും നന്നായിട്ട് നിങ്ങളുടെ വീട്ടുകാരെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടാ. എന്നാലും അമ്മ ഇങ്ങനെ ചെയ്യുന്നേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതെനിക്ക് നേരത്തെ അറിയുന്നോണ്ട് തന്നെയാ ഈ വീട് പുതുക്കി പണിയേണ്ടത് ഞാൻ പല തവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ചെറിയൊരു ഓടിട്ട വീടായിരുന്നില്ലേ, അതിനിപ്പോ ഇങ്ങനെ കാണുന്ന 2 നിലയാക്കാൻ വേണ്ടി നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നേ അത് എനിക്ക് മാത്രം അറിയില്ല കേട്ടാ. അതിനുവേണ്ടി എന്റെ എത്ര സ്വർണം കൊണ്ട് വിറ്റ്. ഈ 5 സെന്റ് സ്ഥലത്ത് എന്താണ് ഭാഗം ഉണ്ടാകാൻ മൂന്നാൾക്ക്? അന്നത്തെ കാലത്ത് 2 ലക്ഷം പോലും തയ്ച്ചു കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും നോക്കിയില്ലല്ലോ. എൻ്റെ പെക്കന്മാരെ അന്തസ്സായി കെട്ടിച്ചയക്കണം, എനിക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര പാവം സ്വർണം കൊടുത്തിട്ടാണോ എല്ലാം എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്ത് അവസാനം ഭാഗം ചോദിക്കുന്ന സ്വപ്നത്തിന് പോലും കരുതിയില്ലടോ. അതങ്ങനെ വരുള്ളൂ ഏട്ടാ. ഇനിയിപ്പോ നമ്മൾ തറവാട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്താലും അവസാനം എന്തെങ്കിലും വരുമ്പോ മൂത്തമ്മൻ ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. അല്ല ഇനിയിപ്പം നമ്മളെന്താ ചെയ്യാ? അവരിനി എന്നെ എത്ര തള്ളി പറഞ്ഞാലും അതെൻ്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരില്ലടോ. അവരോടൊന്നും എനിക്ക് തർക്കിക്കാൻ പറ്റില്ലടോ. ഒരു വാടക വീട്ടിലേക്ക് മാറാം. കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുടെ അവസാന അവസ്ഥ അല്ലേ? എങ്ങനെ കഴിഞ്ഞതാ, ഈ ഒരു അവസ്ഥയിലായില്ലേ. എല്ലാ പൈസയും അമ്മയ്ക്കും പെങ്ങന്മാർക്കൊക്കെ ചിലവാക്കുന്ന സമയത്തെ കുറച്ചെങ്കിലും നമ്മുടെ പേർക്ക് മാറ്റി വെച്ചാണെങ്കിൽ ഈ ഒരു വാടക വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരെയായിരുന്നോ? എടാ, എന്നെ പോലുള്ള ആൺകുട്ടികൾ പൊതുവെ അങ്ങനെയാണോ. നിങ്ങൾ അങ്ങനെ കടത്തൊന്നും ചിന്തിക്കാറില്ല. പുറത്തുനിന്നൊരു ചായ പോലും കുടിക്കാറില്ല. ആ പൈസ കൂടി വീട്ടിലേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്. എൻ്റെ അവസ്ഥ എന്താ ആയിക്കോട്ടെ, അതിൽ എനിക്കൊരു വിഷയമല്ല. പക്ഷെ നിന്നെയും കുഞ്ഞിനെയും ഈ ഒരു സ്ഥിതിയിലേക്ക് തള്ളിവിട്ടേല, അതൊരു വിഷമം. എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചതാ. പക്ഷെ എത്ര പറഞ്ഞാലും ഏട്ടൻ മനസ്സിലാവുന്നില്ലല്ലോ. ഇനിയെങ്കിലും സൂക്ഷിച്ച് ചെലവാക്കിയാൽ മതി. എടോ, അമ്മനെയും പെങ്ങളിനെയൊക്കെ നോക്കേണ്ടത് എൻ്റെ കടമ തന്നെയല്ലേ. നോക്കണം ഏട്ടാ, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയില്ലേ. ഇതിപ്പം മുഴുവനും കൊടുക്കുന്നതിന് പകരം കുറച്ചെങ്കിലും അവനവൻ്റെ പേർക്ക് മാറ്റി വെക്കാലോ. കല്യാണത്തിന് ശേഷം ഏട്ടൻ്റെ ചിലവുകളൊക്കെ കൂടി പഴയ പോലെ വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോഴേ അവരെന്താ വിചാരിക്കുക? ഞാൻ വന്നിട്ട് ഏട്ടനെ മാറ്റിയെന്നല്ലേ. അതിൻ്റെ പേരിൽ ഞാൻ എത്ര കേട്ടു. ഞാൻ വീട് കഴിഞ്ഞപ്പോൾ അതെന്നെ പറഞ്ഞിട്ടിരുന്ന കാര്യമില്ലല്ലോ. അവളോട് പിന്നെ രജിസ്റ്റർ ചെയ്ത് തരാൻ പറഞ്ഞതാ. പക്ഷെ അവൾക്കൊരു പേടി. അതുകൊണ്ട് ഇപ്പം ഉള്ള കടമൊക്കെ മേടിച്ച് ബാങ്കിലെ ലോൺ ക്ലോസ് ചെയ്ത പേപ്പർ എടുത്തിട്ടില്ല എഴുതി കൊടുത്തത്. ഇതിപ്പോൾ ഇത്ര കടമാണോ, ഇതൊക്കെ എങ്ങനെയാണ് അടച്ചു തീർക്കുക പറഞ്ഞിട്ടാ. ഇപ്പം വെറും കൈയോടെയല്ല ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ കുറച്ച് ഡ്രസ്സല്ലേ ഉള്ളൂ. ആ ഇൻഡക്ഷൻ കുക്കറിലുകൊണ്ട് ഇപ്പോൾ ചായയും ചോറൊക്കെ വെച്ച് പോകുന്നത്. ഇപ്പോൾ ഗ്യാസ് കുറ്റിയും പാത്രങ്ങളും കട്ടലും അലമാരി ഫ്രിഡ്ജും എന്താണ് അതിപ്പോൾ എന്താ ചെയ്യുക? എല്ലാം ഇപ്പോൾ പുതിയത് വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ ഏട്ടാ. അല്ലെങ്കിൽ തന്നെ താങ്ങാനാവാത്ത കടങ്ങളുണ്ട്. അതും അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി. വീട്ടിലേക്ക് വേണ്ടിയിട്ട് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള എത്ര സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. എന്നാൽ വരുന്ന സമയത്തെങ്കിലും അഞ്ജുവിന് എന്തെങ്കിലും ഒന്ന് സഹായിക്കായിരുന്നു. ഏട്ടനൊരു കാര്യം ചെയ്യും, നമ്മുടെ റൂമിൽ കട്ടിലും ബെഡും അല്ലേ, അതെങ്കിലും ഒന്ന് എടുത്തിട്ട് വാ. എന്നാൽ പിന്നെ അത് പുതിയത് വാങ്ങിക്കണ്ടല്ലോ. നീ പറഞ്ഞതും കാര്യം. അത് ഇപ്പം എന്തായാലും ആ റൂമിൽ ആരും ഉപയോഗിക്കില്ലല്ലോ ആ സാധനങ്ങളൊന്നും. അവിടെ വെറുതെ കിടക്കാനല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇന്നെന്തായാലും ലീവല്ലേ, അപ്പോൾ പോയിട്ട് എടുത്തിട്ട് പറ്റേ. എന്നാൽ പിന്നെ പോയിക്കോട്ടെ. വെറും നിലത്ത് എടുത്തിട്ടേ ഇന്നലെ കുഞ്ഞ് സ്ഥിരം ഉറങ്ങിയിട്ടില്ല. അത് ഞാൻ വീട്ടിൽ പോയിട്ട് സാധനമൊക്കെ എടുത്തേക്കട്ടെ, എന്നിട്ട് വണ്ടി വിളിച്ചിട്ട് കൊണ്ടുവരാം. ശരി എന്നാ. എന്റെ ഏട്ടാ, അതൊക്കെ എന്തിനിപ്പോ കൊണ്ടുപോണത്? പുതിയ വീടാകുമ്പോ എന്റെ കുറെ കുടുംബക്കാര് വരില്ലേ, അപ്പൊ അവർക്കൊക്കെ കിടക്കാലോ. മോളെ അതല്ലടോ, അവിടെ ഒരു സാധനം ഇല്ലല്ലോ.
നിലത്താ കിടക്കുന്നത്, അതുകൊണ്ട് എടുക്കാൻ വന്നതാ. അതിന് ഈ അടുത്ത് വാങ്ങിയതൊന്നല്ലല്ലോ, ഏട്ടന്റെ കല്യാണത്തിന് വാങ്ങിച്ചതല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിക്കേ. അഞ്ചു, പുതിയത് വാങ്ങിക്കാനൊന്നും ഏട്ടനിൽ ഇപ്പൊ പൈസ ഇല്ലടാ. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാന്നോ? അത് രണ്ടുപേരും ജോലിക്ക് പോകുന്നിടത്ത് എന്തിനാ ഏട്ടാ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി ഏട്ടന്റെ ഇഷ്ടം. ഇവക്കെന്താ എന്നെ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തത്? എന്തോ ഒരു ഭാഗ്യത്തിന് വണ്ടിയും പിടിച്ച് വന്നില്ല, ഇപ്പൊ നാണം കെട്ടേനെ. എടാ, നീ ഇപ്പൊ ആ കട്ടിലും അലമാര എടുക്കാൻ വേണ്ടി വന്നതാ? ആമേ, ഇവിടുന്ന് പോകുമ്പോ ഒന്നും എടുത്തില്ലല്ലോ, ഡ്രസ്സ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ പുതിയത് പഠിക്കാനാണെങ്കിൽ പൈസ ഇല്ല, അതുകൊണ്ട് വന്നതാ. കഷ്ടം തന്നെ. 5-6 വർഷം മുമ്പ് വാങ്ങിച്ച പഴയ സാധനം എടുക്കാൻ വേണ്ടിട്ടാണോ നീ ഇത്രയും ദൂരം വന്നത്? പിന്നെ ഞാൻ എന്താക്കാനാ അമ്മേ? എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയായിട്ടാ. ഇനി ഒരു 5 പൈസ ഇല്ല കയ്യില്. കുഞ്ഞാണെങ്കിൽ ഇന്നലെ നിലത്ത് കിടന്നിട്ട് ഉറങ്ങിയിട്ടുമില്ല. 10-30 ഉണ്ടെങ്കിൽ ഒരു റൂമിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റില്ലടാ. ഇനിയിപ്പോ ഫുള്ള് പൈസ ഇല്ലെങ്കിൽ എന്താ, നിനക്ക് അടവിനിട്ട് എടുത്തൂടെ? അങ്ങനെ അടവിനിട്ടാണമ്മേ ഈ വീട്ടിലെ മുഴുവൻ സാധനവും ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. അതിന്റെ അടവ് ഇനിയും തീർന്നിട്ടില്ല. എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാമ്മേ. അമ്മ അവളോട് പറഞ്ഞേ ഒരു കട്ടിലെങ്കിലും ഞാൻ എടുത്തു കൊണ്ടുപോട്ടെ. വീട് മാറി വേണ്ട നീ ഉള്ള പഴയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ വന്നിരിക്കുക. എന്നാ പിന്നെ എല്ലാം കൊണ്ടുപോയിക്കടാ. എല്ലാം പെണ്ണ് പറഞ്ഞു വിട്ടതായിരിക്കും. എന്തു പറഞ്ഞാലും എന്നെ ഭാര്യയ്ക്ക് എന്നെ കുറ്റം. ഇത്രയും കാലം ഇവർക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്. ഇതൊന്നും എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇവർ കട്ടിൽ കിടക്കൊക്കെ വേണം പറഞ്ഞു. ഏട്ടാ, നിങ്ങളിങ്ങനെ വിഷമിച്ച് നിൽക്കൊന്നും വേണ്ട. കുഞ്ഞൂസ് ഇപ്പൊ നിലത്തൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ കട്ടിലും ബെഡൊക്കെ വാങ്ങിക്കാം. അപ്പഴത്തേക്കും ബൈക്കിന്റെ അടവ് കഴിയുമല്ലോ. പറയുകയാണെങ്കിൽ 15 വയസ്സ് മുതൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അന്നോട്ട് എന്തെങ്കിലുമൊക്കെ നീ പറഞ്ഞ പോലെ ചെറുതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പം ലക്ഷങ്ങൾ ബാങ്കിലുണ്ടാവും. എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ഇപ്പം നീയും കുഞ്ഞല്ലേ അനുഭവിക്കുന്നത്. അതാലോചിക്കുമ്പോൾ ഒരു വിഷമം. ഇനിയിപ്പൊ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട ഏട്ടാ. ഇപ്പൊ രണ്ടാൾക്കും ജോലി മാറ്റം കിട്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഇല്ലേ. ആദ്യത്തെ കുറച്ച് കഷ്ടപ്പാടേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്തായാലും രക്ഷപ്പെടും ഏട്ടാ. കുഞ്ഞുസേ, നിലത്ത് കിടന്നിട്ട് പുറം വേദന ഉണ്ടോ? ഇല്ല അച്ഛ, കുഞ്ഞക്ക് ഒന്നും കുഴപ്പമില്ല. അച്ഛ സങ്കടം പിടണ്ട. അച്ഛന് സങ്കടമൊന്നുമില്ല കേട്ടോ. കുഞ്ഞുമായിട്ട് ഭക്ഷണം കഴിച്ചോ? അച്ഛനിപ്പം അങ്ങോട്ടില്ല. ഇനിയും വായിക്കണ്ട, വേഗം വന്നേ, ഞാൻ ഭക്ഷണം എടുത്തേക്കാം. വാ. കഷായൊക്കെ കഴിയാറായല്ലോ. മരുന്നിന് 4 അതൊന്ന് തീരും. ചെക്കനുണ്ടെങ്കിൽ എല്ലാം കറക്റ്റിന് വാങ്ങിച്ചു തരുമായിരുന്നു. എന്താ അമ്മേ, എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണേ? എടി മോളെ, നീ ഒരു 2000 രൂപ തരണേ. അമ്മന്റെ മരുന്നൊക്കെ കഴിഞ്ഞിരിക്കുക. 2000 രൂപയോ? അമ്മ ഇതിന് ഇത്രയും പൈസയുടെ മരുന്നൊക്കെ കഴിക്കണേ? വയസ്സായില്ലടി, കാലുവേദനയും നടുവേദനയൊക്കെ ഉണ്ട്. അന്ന് അവനെ വൈദ്യരെ കാണിച്ചപ്പോ കൊറേ മരുന്ന് എഴുതി തന്നതാ. 2000-ന് വാങ്ങിച്ച 3 മാസം നിൽക്കും. എപ്പോഴും അവൻ അങ്ങനെയാ വാങ്ങിച്ചു തരല്. അമ്മ പെട്ടെന്ന് 2000 രൂപ വേണമെന്ന് പറഞ്ഞാല് ഞാൻ എന്താക്കാനാ? ഞാൻ വല്ല ജോലിക്ക് പോകുന്നുണ്ടോ? നീ ജോലിക്ക് പോണില്ല എന്ന് അമ്മയ്ക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ. നിന്റെ ഭർത്താവ് മാസം അയച്ചു തരുമല്ലോ, അതൊന്നും എടുത്തതാ. അതിന് അത്ര വലിയ ശമ്പളമൊന്നും ഇല്ല അമ്മ ഏട്ടനെ. ആകെപ്പാടെ 20,000 രൂപ ഈ മാസം അയച്ചത്. അതിന് അവളുടെ ഫീസ് അടച്ചു, ഞാൻ കുറച്ച് ഡ്രസ്സും വാങ്ങിച്ചു. അതോടെ അതാ കഴിഞ്ഞു. എടി, അങ്ങനെ പറഞ്ഞാ ഞാൻ എന്താക്കാനാ? കറക്റ്റ് സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിലേ അസുഖം മാറില്ല. അവനുള്ളപ്പോ ഒരു ദിവസം പോലും മുടക്കം വരുത്തിയിട്ടില്ല. എന്നാ ഏട്ടനോട് അമ്മ ചോദിക്കേ. വല്ലാത്തൊരു പെണ്ണെന്നെ. ഇനിയിപ്പോ ഈ 2000-ന്റെ മരുന്ന് വാങ്ങിക്കാൻ ഞാൻ അവന്റെ വാടക വീട്ടിലേക്ക് പോവല്ലേ. മൂപ്പന്റെ അടുത്ത് എന്തെങ്കിലും പെൻഷൻ കിട്ടി പൈസ ഉണ്ടോ ചോദിക്കട്ടെ. എന്റെ ദൈവമേ, കുഞ്ഞു വിട്ട് പെണ്ണ് ഒരു പണി ചെയ്യലില്ല. എല്ലാം എന്നെ കൊണ്ട് തന്നെ. മരുമോളുള്ളതാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നാലെങ്കിലും പെണ്ണെല്ലാം ചെയ്യായിരുന്നു. ഓ, എന്താ അമ്മമ്മേ, പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കാണോ? ഓ എത്തിയാ? അല്ലേടി, നീ എവിടെ പോയി കിടന്ന എത്ര നേരം? ഞാൻ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുന്നില്ലേ? ഒന്ന് വന്ന് സഹായിച്ചൂടെ നിനക്ക്? ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് യാത്ര പറയാൻ വേണ്ടി പോയതായിരുന്നു. യാത്ര പറയേ?
ഞങ്ങളെല്ലാരും അടുത്ത ആഴ്ച അച്ഛന്റെ അടുത്തേക്ക് പോവാം അമ്മമ്മ. ഏത് നിന്റെ അച്ഛന്റെ തറവാട്ടിലേക്കാ? കേറ്റിയ പോലെ തന്നെ. അച്ഛന്റെ തറവാട്ടിലേക്കൊന്നല്ല, ഗൾഫിലൊക്കെ പോകുന്നേ. ഗൾഫിൽ പോവേ? ആ അമ്മമ്മ, അതല്ലേ ഇന്നലെ കുഞ്ഞാവയ്ക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോയത്. വീട്ടിലെത്തി എന്നോട് ഹോസ്പിറ്റലിൽ പോകണമെന്നല്ലേ പെണ്ണ്. കൊള്ളത്തരും പറയാൻ പഠിച്ചു അല്ലേ? ഞങ്ങള് പോയാലേ അമ്മമ്മ മാമന്റെ അടുത്തേക്ക് പൊക്കോട്ടോ. നീ നിന്റെ കാര്യം നോക്കി പോടി. ഇത്രയും വലിയ വീടുണ്ടാക്കി വെച്ചിട്ടല്ലേ ഞാൻ അവന്റെ കൂടെ വാടക വീട്ടിൽ പോയിരിക്കാൻ നിൽക്കുന്നത്. അപ്പൊ അമ്മമ്മയൊന്നും അറിയില്ല, ഈ വീട് വിൽക്കാൻ പോവാ. വിൽക്കാനോ? നിന്നോട് ആരാ അതൊക്കെ പറഞ്ഞേ? അമ്മ ഇന്നലെ അച്ഛനോട് ഫോണിൽ സംസാരിക്കുന്ന കേട്ടല്ലോ. അഞ്ചു, എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കണ്ടേ? എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റുമോ? നീ എന്നടി പറഞ്ഞത് അവനവിടെ ശമ്പളം കുറവാണ്, നിർത്തി തരാണ്, ഞങ്ങക്ക് വാടക കൊടുക്കാൻ അമ്മ വഴിയില്ലാന്ന്. അതുകൊണ്ടല്ലേ ഇത്രയും പെട്ടെന്ന് ഈ വീട് നിന്റെ പേർക്ക് എഴുതി തന്നത്. ഇപ്പൊ ഏട്ടനെ ജോലി മാറ്റം കിട്ടി, നല്ല ശമ്പളമൊക്കെ ഉണ്ട്. അതുകൊണ്ടാ 3 മാസത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞത്. നീ 3, 6, 10 മാസം പോയിരിക്കേ. അത് വിട്. നിന്റെ മോള് പറഞ്ഞല്ലോ ഈ വീട് വിൽക്കാൻ പോവാണെന്ന്. അതെ ഏട്ടൻ പറഞ്ഞിട്ടാ. ഈ വീട്ടിലെന്തായാലും കാറ് കയറാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് വിറ്റിട്ട് ടൗണിലേക്ക് മാറാൻ വേണ്ടിട്ടുള്ള പരിപാടിയാ. ഓ, അപ്പൊ നിന്റെ മോള് വെറുതെ പറഞ്ഞൊന്നും അല്ല അല്ലേ? ഭാര്യയും ഭർത്താവും കൂടി ഒറ്റയ്ക്കാണ് തീരുമാനിക്കുക. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാടി? ഈ വീട് എന്റെ പേരിൽ എഴുതി തന്നതല്ലേ, അത് വിൽക്കാൻ ഞാൻ ആരോടാ ചോദിക്കണ്ടേ? എന്താടി നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അപ്പൊ ഞാനും അച്ഛനൊക്കെ എവിടെയാ പോവാ? അച്ഛനമ്മമാരെ നോക്കേണ്ടതേ കെട്ടിച്ചു വിട്ട പെൺമക്കളല്ല, അതൊക്കെ ആൺമക്കളുടെ കടമയാ. അമ്മേ ഏട്ടന്റെ അടുത്തേക്ക് പൊക്കോ. ഞങ്ങൾ അങ്ങോട്ട് പോവാനോ? എടി നിനക്ക് വേണ്ടിട്ടല്ലേ അമ്മ അത്രയും കഷ്ടപ്പെട്ട്. അമ്മ ഒന്ന് പോയേ, എനിക്ക് ഏട്ടനെ വീഡിയോ കോൾ ചെയ്യാണ്ട്. നീ വെറുതെ പഴംപുരാണം പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. കല്യാണ സമയത്ത് കുറച്ച് സ്വർണം കൊടുത്തു വേണ്ടേ, അതൊക്കെ അപ്പ കഴിഞ്ഞു. അതും പറഞ്ഞിട്ട് ഭാഗം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാനും അച്ഛൻ എന്തായാലും തീരുമാനിച്ചതാ. അവൻ്റെ അടുത്ത് വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അവള് ചെയ്യും. നീ അതിലൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. അമ്മ അവളോട് പറഞ്ഞേ ഒരു കട്ടിലെങ്കിലും ഞാൻ എടുത്തു കൊണ്ടുപോട്ടെ. ഇതാരാ, അമ്മയോ? അല്ലമ്മേ, ഈ വഴിയൊക്കെ അറിയോ? എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? അമ്മയ്ക്ക് അവിടെ തിരക്കായതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ? അവിടെ എന്ത് തിരക്കമ്മേ? അല്ലെങ്കിലും അമ്മയ്ക്ക് മോനെയും മരുമോളിയും കുഞ്ഞിനൊന്നും വേണ്ടല്ലോ, 2 പെൺമക്കൾ മാത്രം പോരെ? നീ ഇങ്ങനെ ചങ്കിക്കൊള്ളണ പോലെ ഒരു വർത്തമാനം പറയാൻ നിൽക്കല്ലേ. എൻ്റെ മോനെ പോലെ ഏത് ബൊമ്മകളും നോക്കൂല അമ്മനെ. അത് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. മതി അമ്മേ മതി. ഇനിയിപ്പോ അടുത്ത അടവും പറഞ്ഞു വരണ്ട. ഇപ്പോഴൊന്ന് ഞങ്ങൾ മര്യാദക്ക് ജീവിച്ചു തുടങ്ങിയത്. എല്ലാം അമ്മന്റെ തെറ്റാ മോളെ. അല്ല, ഞായറാഴ്ചയായിട്ട് മോൻ ലീവല്ലേ? അവനെവിടെ? ഏട്ടൻ ആരും കാണാൻ വേണ്ടി പുറത്തു പോയതാ. അല്ല, ബാഗൊക്കെ ആയിട്ട് എന്താ പരിപാടി? ഓ, എൻ്റെ ഇളയൊരു മോളില്ലേ, അഞ്ചു. അവൾ ഇത്രയും കണ്ണിച്ചോരില്ലാത്തന്ന് അമ്മയ്ക്ക് എപ്പോഴാ മനസ്സിലായത്. അവളുള്ള പിള്ളേരെ കൂടിയിട്ടേ അവന്റെ അടുത്ത് ഗൾഫിൽ പോവാണത്ര. 5-6 മാസം നിൽക്കണമെന്നോ സ്ഥിരതാമസമാക്കണോ അങ്ങനെ എന്തൊക്കെയോ പെണ്ണ് പറയുന്നുണ്ട്. എന്നാ ഇക്കാര്യം കുറച്ച് നേരത്തെങ്കിലും അമ്മൻ്റെ അടുത്ത് പറയണ്ടേ? 2 ദിവസം മുമ്പ് പെണ്ണ് അതറിയപ്പം ഞാൻ അങ്ങോട്ട് വന്നതാ മോളെ. മതി അമ്മേ, ഞാൻ മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാനേ എനിക്ക് തീരെ താല്പര്യമില്ല. ഇത്രയും കാലം എന്നെ കുറിച്ചായിരുന്നില്ലേ ഓരോന്ന് പാടി നടന്നിട്ടുണ്ടായിരുന്നത്. അവള് ഭർത്താവിൻ്റെ കൂടെ പോവുക ഇരിക്കേ അതെന്തോ ആയിക്കോട്ടെ. അല്ല, അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്ന് അത് പറ. എൻ്റെ മോളെ, അവളെ ചെലവിന് 1 രൂപ അമ്മയ്ക്കും അച്ഛനും തരലില്ല. പെൻഷൻ കിട്ടിയ പൈസ കൊണ്ട് ഈ മരുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മൂപ്പര് ഏതൊരു കമ്പനിക്കാരൻ വിളിച്ചു കൊണ്ടിട്ട് 2 ദിവസം മുമ്പ് സെക്യൂരിറ്റി പണിക്ക് വേണ്ടി ചെന്നൈക്ക് പോയിരിക്കുക. ഇനിയിപ്പോ 1 മാസം കഴിയും വരെ. അച്ഛനില്ലാണ്ട് ഇത്രയും കാലം ഞാൻ ആ പെണ്ണിന്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ? അവളെ കൊന്നു കഴിഞ്ഞു. അതപ്പോ
ഇങ്ങോട്ട് വന്നത് മര്യാദയ്ക്ക് നിങ്ങളെ രണ്ടാളിനെ എന്റെ ഭർത്താവ് പൊന്നുപോലെ നോക്കിയതല്ലേ, എന്ത് വേണമെങ്കിലും മുന്നിലെത്തിച്ചേരായിരുന്നല്ലോ. എന്നിട്ടും ഞങ്ങളെ കണ്ടുപിടിക്കില്ല. ഇറക്കി വിട്ടതല്ലേ അവിടുന്ന്. അനുഭവിച്ചോ, അങ്ങനെ തന്നെ വേണം. നീ എന്ത് കണ്ണി ചോരയില്ലാണ്ടോ മോളെ എന്നോട് സംസാരിക്കുന്നത്? ഒന്നിനെങ്കിലും നിന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ ഞാന്, ആ ഒരു പരിഗണനെങ്കിലും തന്നൂടെ? അമ്മായിമ്മയായിട്ടില്ല, സ്വന്തം അമ്മയായിട്ടില്ല ഞാൻ നോക്കിയത്. എന്നിട്ട് നിങ്ങളെന്നെ ബാക്കിൽ നിന്ന് കുത്തിയില്ലേ? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി എന്നെ കുറിച്ച്? അമ്മായിമ്മയല്ലേ, ആ ഒരു പരിഗണന തന്നൂടെ എന്ന്. നിങ്ങളുടെ മോന്റെ ഭാര്യയല്ലേ ഞാൻ, ആ ഒരു പരിഗണന എപ്പോഴെങ്കിലും നിങ്ങൾ തന്നിട്ട് എനിക്ക്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ മോളെ, ഇനി അതെന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അമ്മന്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങക്ക് കുറച്ച് സഹതാപമെങ്കിലും തോന്നണില്ലേ? ഒരു സഹതാപവും ഇല്ലമ്മേ, കിട്ടിയത് കുറഞ്ഞു പോയെന്നാ തോന്നുന്നത്. അത്രയ്ക്ക് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു കട്ടിലെടുക്കാൻ വന്നപ്പോ എല്ലാവരും കൂടി ആട്ടി പായിച്ചല്ലേ പാവത്തിന്. ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ജീവിക്കാൻ തുടങ്ങിയത്. അമ്മന്ന് പോയവിടുന്ന്. അല്ലെങ്കിൽ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. അത്രയും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനിയിപ്പൊ മൂത്ത മോളുടെ അടുത്ത് പോയി നോക്കട്ടെ, ആ പെണ്ണിന് എന്താണ് അവ പറയുന്നത്. എന്നാലും വയസ്സാം കാലത്ത് എന്തിനുള്ള അമ്മ ഇത് എന്തുദ്ദേശിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്? അമ്മ വിളിച്ചപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ മോളെ. എന്നാലും ആ അഞ്ചുമ്മ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? ഇവിടുത്തെ അമ്മയമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത്? എടി മോളെ, എനിക്ക് വേറെ എവിടെയും പോവാൻ വഴിയില്ലല്ലോ. മരുമോളുടെ അവിടെ പോയപ്പോ അവളും ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. എത്ര നന്നായിട്ട് അവനും അവളും അമ്മേനെ നോക്കിയത്. ഇപ്പൊ അമ്മ തന്നെയല്ലേ ഇങ്ങനെ വരുത്തി വെച്ചത്. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ ഇനി എന്തായുണ്ട് അതൊന്നും നീ പറ. ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? അല്ലെങ്കിലും പെൺമക്കളുടെ കടമയൊന്നും അല്ല അച്ഛനും അമ്മേനെ നോക്കുന്നത്. അമ്മ ഒന്ന് വേഗം പോയിക്കേ. ഇനി ആരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ തന്നെ വരുത്തി വെച്ചല്ലേ, ഞാൻ തന്നെ അനുഭവിക്കണം. നീ എന്താ സന്ധ്യ ഇവിടെ നിൽക്കുന്നത്? കുറച്ചു നേരത്തെ ഏട്ടൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങോട്ട് വരണോ? എന്നിട്ടെവിടെ? ആ ഒരു ദേഷ്യത്തിന് ഞാൻ അമ്മൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു. പാവം ഇവിടെ നിൽക്കാണ്ട് അപ്പൊ തന്നെ പോയി. പക്ഷെ പറഞ്ഞത് കൂടിപ്പോയെന്ന് തോന്നി. അതാ ഞാൻ ഏട്ടനെ വെയിറ്റ് ചെയ്യാൻ നിന്നത്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കിയാലോ? നിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ തന്നെ പറഞ്ഞോളൂ. അത് സാരല്ല, നീ കുഞ്ഞിൻ്റെ അടുത്തോ, ഇപ്പൊ തന്നെ പോവാ. അമ്മേ, അമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ആ മോനെ, നീ വന്നടാ. ആ അഞ്ചു ഇല്ലേ, അവള് വീടൊക്കെ പൂട്ടിട്ട് പോയടാ. വീട് പൂട്ടിട്ട് പോവാനോ? അതെന്തമ്മേ, അവളിപ്പോ തന്നെ ഗൾഫിൽ പോയോ? ഗൾഫിലൊന്നും അല്ല മോളെ, അതൊക്കെ അടുത്ത ആഴ്ച പോന്ന്. അത്രയും ദിവസം അവളുടെ ഭർത്താവിന്റെ വീട്ടിലിരിക്കാൻ വേണ്ടി പോയതാ. അവൾ എവിടെയോ പോട്ടെ, അതിന് വീട് പൂട്ടി അമ്മനെ പുറത്താക്കിയിട്ടാണ് പോകുന്നത്. അവൾ എന്ത് പണിയാ കാണിച്ചത്? അമ്മ ചേച്ചിന്റെ വീട്ടിൽ പോയതായിരുന്നു മോനെ. വരുമ്പോഴത്തേക്ക് അവള് പൂട്ടി പോയിരിക്കണു. വേറെ താക്കോലില്ലല്ലോ. ഞാൻ ആരെങ്കിലും വിളിച്ചു വന്നിട്ടേ ആ ലോക്കൊന്ന് പൊട്ടിക്കാൻ നോക്കട്ടെ. അതൊന്നും വേണ്ട മോനെ, അല്ലെങ്കിൽ വീട് പൊളിച്ചു കയറിയിട്ട് അമ്മ എത്ര ദിവസം ഇതിനകത്തിരിക്കും? അവള് വീട് വിൽക്കാൻ പോണടാ. എന്താണെങ്കിലും അമ്മ ഇറങ്ങേണ്ടി വരില്ലേ? വീട് വിൽക്കാൻ പോവേ? അവളോ? അല്ല, അതൊക്കെ ആര് തീരുമാനം എടുത്തതാ? ആ മോനെ, അവളീ വീടൊക്കെ വിറ്റിട്ടേ ടൗണിലെന്തോ സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കാനുള്ള പരിപാടിയാണത്രേ. ഒരു വാക്ക് പെണ്ണ് ഇത്രയും ദിവസമായിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഗതിയില്ല അവണ്ടല്ലേ ഇത് വീട് വാങ്ങിച്ചെടുത്തത്. എന്നാലും അവൾ ഈ ചത് നമ്മളടുത്ത് ചെയ്യുന്ന വിചാരിച്ചില്ലടാ. അതിനവൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഈ വീടൊന്നും വിൽക്കാൻ പറ്റില്ലമ്മ. ഇതിപ്പോ അവൾക്ക് എഴുതി കൊടുത്തില്ലേ മോളെ, ഇനിയിപ്പോ അവളുടെ ഇഷ്ടം പോലെ എന്തും ചെയ്യാലോ. അതിനവര് ഭാര്യയും ഭർത്താവും സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയൊന്നുമല്ലല്ലോ അത്. അച്ഛനും അമ്മയും അവർക്ക് എഴുതി കൊടുത്ത തന്നെയല്ലേ. ഈ മാതാപിതാക്കള് മക്കൾക്ക് സ്വത്ത് എഴുതി കൊടുത്താലും ഇനിയിപ്പോ അവര് നോക്കിയില്ല പറഞ്ഞാലേ അച്ഛനും അമ്മയ്ക്കും അത് തിരിച്ചു വാങ്ങിക്കാനുള്ള നിയമം ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് അമ്മ പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ നമ്മളൊരു കേസ് കൊടുത്താലേ ഇതൊക്കെ തിരിച്ചു വാങ്ങിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓ, ഇപ്പോഴമ്മളൊരു സമാധാനമായത്. ഈ ഒരു ചെറിയ വീട്ടിന് ഇത്രയും വലുതാക്കാൻ എന്റെ മോൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലടാ. അങ്ങനെ അവൾക്കത് വെറുതെ തിന്നാൻ കൊടുക്കണ്ട. മോൻ
കേസോ കൂട്ടത്തിനോ പോയിട്ടേ ഇതെങ്ങനെങ്കിലും തിരിച്ചു വാങ്ങിക്കേ. അമ്മ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാം. അതൊക്കെ എഴുതി വാങ്ങിച്ചു തരാം. പക്ഷെ കിട്ടിയതും അത് നേരെ ഏട്ടന്റെ പേർക്ക് ആക്കണം. വേറൊന്നും കൊണ്ടല്ല, അമ്മന്റെ സ്വഭാവല്ലേ, എപ്പോഴാ മാറെന്ന് പറയാൻ പറ്റില്ല. എടോ നീ ഇന്ന് അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? അവളൊന്നും പറയണ്ടടാ. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. അത്രയ്ക്ക് പാവം അനുഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് മോൻ അവകാശപ്പെട്ട തന്നെയാ. നീ വേണ്ട എന്താ ചെയ്തോ. ഇതിലിപ്പോ ഒന്നും ചെയ്യാനില്ല. അവിടെ ഒന്ന് വിളിച്ചാൽ മതി. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. അഞ്ജു, നീ എവിടെയാണുള്ളത്? ബസ് സ്റ്റോപ്പിലോ? ഏത് ബസ് സ്റ്റോപ്പില്? എടാ നീ എന്ത് പണിയാ കാണിച്ചത്? വീടും പൂട്ടിയിട്ട് അങ്ങ് പോവാ? നിന്റെ വീടോ? നിന്റെ വീട്? നീ സമാളിച്ചാടിയത്? ആ ഏട്ടൻ ഇപ്പൊ ഇങ്ങനെയേ സംസാരിക്കുള്ളൂ. നീയെ കൂടി സംസാരിപ്പിച്ചാടി. മോളെ, നിനക്ക് ഇപ്പോഴത്തെ നിയമം അറിയാലോ. നിന്റെ പേരിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു കേസ് കൊടുത്താണ്ടല്ലോ നീ അകത്ത് കിടക്കേണ്ടി വരും. ഇപ്പൊ തന്നെ നീ വീട് പൂട്ടിയിട്ടല്ലേ പോയത്? നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണോ? ഹലോ, അവൾക്കുള്ള ഡോസ് കൊടുത്തിട്ടുണ്ട്. കീ താനേ എത്തുമേ. എന്നെ പോലത്തെ കുറെ അമ്മമാരുണ്ട്. ആമക്കൾ എത്ര സ്നേഹിച്ചാലും അവന്ന് കാണാണ്ട് പെൺമക്കളുടെ പുറകെ പോകും. അവർക്ക് അവന്റെ കാര്യം മാത്രമേ ഉള്ളടാ. അവന്റെ പ്രസവവും മക്കളുടെ നോക്കലൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ പിന്നെ നമ്മളുടെ ഇങ്ങോട്ട് തഴയും. എന്തായാലും അമ്മ നിങ്ങൾ രണ്ടാളടുത്തും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മനോട് ക്ഷമിക്കടാ. അതൊന്നും സാരമില്ലമ്മേ, എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, അത് മതി. അങ്കിളെ ഇതാ വീടിന്റെ കീ. ഇത്ര പെട്ടെന്ന് എത്തിയോ? ഞങ്ങൾ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു അങ്കിളെ. ആ, അതെന്തായാലും നന്നായി. കേസ് കൊടുത്താൽ ദുബായി പോകാൻ പറ്റൂല എന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് ഈ വീടും സ്ഥലമൊക്കെ അങ്കിൾ തന്നെ എടുത്തോ. അഞ്ജു നന്നായി പേടിച്ചിട്ടുണ്ടല്ലോ അമ്മേ. മോൻ തന്നെ ഒന്നത് പോയി തുറന്നോ. ഇനി മുതൽ ആ മക്കളുടെ വീടാ. അച്ഛമ്മ ഇപ്പോഴാണ് ഗുഡ് ഗേൾ ആയിട്ട്.